നോബഡി 2 2021 വന്ന നോബഡി എന്ന ആക്ഷൻ പടത്തിന്റെ സീക്വൽ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഒരുപാട് സർപ്രൈസ് എലമെന്റുകളൊക്കെ ഉള്ള ഒരു പടമായിരുന്നു. ഫസ്റ്റ് പാർട്ടിനോടുള്ള ആ ഒരു ആരാധന കൊണ്ടും ഈ പുതിയ പാർട്ടിന് വന്നിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പോസിറ്റീവ് റിപ്പോർട്ടൊക്കെ കൊണ്ട് ഞാൻ ഇത് കാണാൻ വേണ്ടി തന്നെ എറണാകുളത്ത് പോയിട്ട് വിനീത തിയേറ്ററിലാണ് പടം കണ്ടത്. സ്ക്രീൻ 1-ൽ 4K ലേസർ അറ്റ്മോസിൽ. സോ അത് മുതലായോ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ മികവ് നിലനിർത്തിയോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ടിമോ ജജാൻഡോ സംവിധാനം ചെയ്ത് ബോബ് ഓഡൻകർക്ക് നായകനായിട്ട് വന്ന ഈ ഹോളിവുഡ് ആക്ഷൻ മൂവിയെ കുറിച്ചാണ് ഇന്ന്. ആദ്യം തന്നെ പറയാം, ഫസ്റ്റ് പാർട്ട് കണ്ടവർ മാത്രം സെക്കൻഡ് കാണുക. അതിന്റെ ബാക്കിയാണ് ഈ പടത്തിൽ വരുന്നത്. ആദ്യത്തെ സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം നായകൻ ഹജ് മാൻസൽ ഐഡന്റിറ്റി ഒക്കെ റിവീൽ ആയ ശേഷം അതൊരു ലൈസൻസ് ആക്കി തന്റെ കലാപരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് പഴയ ബോസുമായിട്ടുള്ള ഒരു കടം തീർക്കാനും ഉണ്ട്. അതിനിടയ്ക്ക് ഇവർ പോകുന്ന ഒരു വെക്കേഷനും അവിടെ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ഡീസന്റ് വാച്ച് ഫിലിമാണ് ഈ സിനിമ. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് പേസിൽ തന്നെയാണ് ഇതും പോകുന്നത്. ഒട്ടും ലാഗടിക്കില്ല. ഭയങ്കര എൻഗേജിംഗ് ആണ്. പടം പെട്ടെന്ന് തന്നെ തീർന്നു പോകും. നല്ല ആക്ഷൻ ഇതിലും ഉണ്ട്. ബോട്ട് ഫൈറ്റ് ഒക്കെ ഭയങ്കര കിടുവായിരുന്നു. അതുപോലെ അമ്യൂസ്മെന്റ് പാർക്കിലെ സീൻസ്, ട്രാപ്പ് സീൻസ് ഒക്കെ കൊള്ളാം. അതുപോലെ അച്ഛനും അനിയനും ഇത്തവണയും ഒന്ന് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം മകനും ഭാര്യയും കൂടെ കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് കോണി നീൽസന്റെ ലാസ്റ്റിലെ സീന് കിടുവായിരുന്നു. ഇതിലും ഡാർക്ക് കോമഡി ആയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ മികച്ച സ്റ്റണ്ട് കൊറിയോഗ്രഫിയും പടത്തിന്റെ പോസിറ്റീവാണ്. ടെക്നിക്കലി ഗുഡ് സിനിമയാണിത്. അങ്ങനെ ഗംഭീര പെർഫോമൻസ് നടത്താനുള്ള സ്കോപ്പ് ആർക്കും ഇല്ല. നായകനായിട്ട് വന്ന ബോബ് ഓഡൻകർക്ക് നമ്മുടെ ബ്രേക്കിംഗ് ബാഡ് സീരീസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിലെ സോൾ ഗുഡ്മാൻ. ഇതിലും ഈ റോള് പുള്ളിയുടെ ആ ഒരു ചാം, ഹ്യൂമർ ചെയ്യാനുള്ള മിടുക്ക്, ആക്ഷൻ സീക്വൻസുകളുടെ മികവൊക്കെ കൊണ്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭാര്യയായിട്ട് വന്ന കോണി നെൽസണും ഈ പടത്തിൽ കൊള്ളാം. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനിലാണ് എന്തെങ്കിലും പുള്ളിക്കാരിക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. അച്ഛൻ ഡേവിഡ് മാൻസലായിട്ട് വന്ന ക്രിസ്റ്റഫർ ലോയിഡ്. ഈ പടത്തിൽ പുള്ളിയെ ആവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലും പുള്ളി നൈസായിട്ടുണ്ട്. മെയിൻ വില്ലൻ ക്യാരക്ടറിൽ നമ്മുടെ ഗംഭീര അഭിനേത്രിയായ ഷാരോൺ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത്. പഴയ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിലേക്ക് നായിക. പക്ഷെ നിരാശ തരുന്ന ഒരു റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരിക്ക് ചെയ്യാനുള്ളതൊന്നും ഇല്ല പടത്തിൽ. പുള്ളിക്കാരിയെ വേസ്റ്റ് ആക്കിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പടത്തിന്റെ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക് ഒക്കെ നൈസാണ്. പ്രൊഡക്ഷൻ വർക്ക്, സ്റ്റണ്ട് കൊറിയോഗ്രഫി എല്ലാം കൊള്ളാം. ടെക്നിക്കലി പടം നൈസാണ്. ഇനി കമ്പയർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിലർ പറയും. പക്ഷെ ഫസ്റ്റ് പാർട്ടിനോടൊപ്പം എന്തായാലും ഒരു കമ്പാരിസൺ വരും. ആദ്യ ഭാഗത്തിലെ ആ ഒരു അണ്ടർ ഡോഗ് ക്യാരക്ടർ എല്ലാവരും പുച്ഛത്തോടെ കാണുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരെ എത്തുന്നതിൽ നിന്നും പിന്നെ റിയാലിറ്റി പുറത്തു വന്നതൊക്കെ ഭയങ്കര നൈസായിരുന്നു. സർപ്രൈസ് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് അതിലുണ്ടായിരുന്നു. പിന്നെ അതിലെ ആ ഒരു ബസ് ഫൈറ്റ്, അപ്പൻ ക്യാരക്ടർ ലാസ്റ്റ് വരുന്ന സർപ്രൈസ് ഒക്കെ വേറെ ലെവലായിരുന്നു. മൊത്തത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആക്ഷൻ സീനുകളും ഒപ്പം ചെറിയ റൺ ടൈമിലുള്ള കഥ പറച്ചിലും എല്ലാറ്റിലും ഉപരി നായകൻ തിരിച്ചടിക്കണമെന്ന് നമുക്ക് കൂടി ആ ഒരു ഖലിപ്പ് തോന്നുന്ന, അത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു സ്ക്രിപ്റ്റുമായിരുന്നു ആ പടത്തിൻ്റെത്. ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം, എങ്കിലേ ആ ഒരു മികവ് നിലനിർത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇത് സെയിം ബട്ട് ഡിഫറെന്റ്. അങ്ങനെ സ്റ്റാർട്ടിംഗ് സീൻ മുതൽ പിന്നത്തെ ഡയലോഗ്, ആ ഓരോ ദിവസവും ഇങ്ങനെ മൺഡേ ടു സൺഡേ കാണിക്കുന്ന ആ ഒരു ഫാസ്റ്റ് കട്ട് ഷോട്ട് എഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇതിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ബോട്ട് ഫൈറ്റും പിന്നെ ഹോം അലോൺ ടൈപ്പ് ട്രാപ്പ് സംഭവങ്ങളും ഒക്കെ ഇതിലും വർക്കാവുന്നുണ്ട്. പക്ഷേ പുതുതായിട്ടൊന്നും തന്നെ പടത്തിന് സമ്മാനിക്കാനും ഇല്ല. എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആക്കാൻ ശ്രമിച്ചത് വൈഫിന്റെ ക്യാരക്ടർ കൊണ്ടാണ്. അത് കൊള്ളാമായിരുന്നു. പക്ഷെ അത് തീരെ ചെറിയൊരു പോർഷൻ മാത്രമായി പോവുകയും ചെയ്തു. പിന്നെ ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ യാതൊരു ഇമോഷണൽ ഇമ്പാക്റ്റും തരുന്നില്ല. സോ ആകെ മൊത്തം ടോട്ടലിൽ നോബഡി ഫസ്റ്റിനടുത്ത് എത്താനായിട്ട് സാധിച്ചിട്ടില്ലാത്ത ഒരു സീക്വലാണ് നോബഡി 2. ഇതിന് സെയിം പാറ്റേണിൽ തന്നെ അടുത്ത പാർട്ടിൽ മകളെയും കൂടി ആക്ഷൻ ചെയ്യിപ്പിച്ച് ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സോ പുതുമ വേണ്ട, ഇമോഷണൽ ഡെപ്ത് വേണ്ട, ചുമ്മാ അടി മാത്രം മതി എന്നുള്ളവർക്ക് പടം ഒരു ഗംഭീര സംഭവമായിട്ട് തോന്നും. അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിട്ട് കൂടി വേണം, സ്ക്രിപ്റ്റ് കൂടി നന്നാവണം എന്നുള്ളവർക്ക് ഇതൊരു ആവർത്തനം മാത്രമായിട്ട് തോന്നുകയുള്ളൂ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. സ്റ്റിൽ ചുമ്മാ ഫണ്ണിന് വേണ്ടി ഒരു വൺ ടൈം വാച്ച് ആയിട്ട് കാണാം. 1 മണിക്കൂർ 30 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ് അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.